ഒരു വശത്ത് വി ഡി സതീശൻ, മറുവശത്ത് കെ സി വേണുഗോപാൽ, മുൻവശത്ത് രമേശ് ചെന്നിത്തല, പുറകുവശത്ത് കെ സുധാകരൻ. അപ്പോൾ ഇവർ നാലുപേരും കൂടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ PR ഏജൻസികൾ പറയുന്നതനുസരിച്ച് നാലുപേരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും ഇവിടുത്തെ കോൺഗ്രസിനകത്തുള്ള മത്സരം കൂടി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചൂടുള്ള മത്സരം നടക്കുന്നത് നിലവിലെ കോൺഗ്രസിനകത്താണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി ആരാവണമെന്നുള്ള ഒരു മത്സരമാണ് പ്രധാനമായും കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് ജാഥയുമായി വരുന്നു, മറുവശത്ത് രമേശ് ചെന്നിത്തല സീനിയർ നേതാവ് എന്നുള്ള ഒരു ഇതിലിരിക്കുന്നു. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കൂടെ അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ്. പൊതുവെ പറഞ്ഞ നിലവിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന് നല്ല സമയമല്ല, പുള്ളിക്ക് സമയം മോശമാണ്. അപ്പോൾ മണിശങ്കർ അയ്യർ വരെ പറഞ്ഞു കെ സി വേണുഗോപാലിനെ പോലെയുള്ള റൗഡികളാണെന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്. അപ്പോൾ അതാണ് പാർട്ടിയുടെ അപജയത്തിന് കാരണമെന്നും കൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള മഹാന്മാർ ഇരുന്ന കസേരയിലാണ് ഇന്ന് കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ കെ സി വേണുഗോപാൽ ഒരു ദിവസം പാലക്കാടുള്ള നെൽകർഷകരെ പോയി നേരിട്ട് കാണുന്നു, അവിടുത്തെ പാടങ്ങളിൽ പോകുന്നു, കർഷകരുടെ വിഷമതകൾ എന്തൊക്കെയാണെന്ന് പോയി അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം കെ സി വേണുഗോപാലിന് പ്രത്യക്ഷപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഗിഗ് തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുന്നു. അവരുടെ രീതികൾ എന്താണെന്ന് അവരെ കൂടെ യാത്ര ചെയ്ത് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് പുള്ളി ഒരു വർക്ക് ചെയ്യുന്നത്. അത് ഏതോ PR ഏജൻസി നല്ല രീതിയിൽ തന്നെ പുള്ളി പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത ദിവസം പോകുന്നത് ഏതെങ്കിലുമൊക്കെ ഈ തൊഴിലുറപ്പിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, തൊഴിലുറപ്പിൻ്റെ സൈറ്റുകളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ പോയിട്ട് അവർ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കപ്പയും മീൻകറിയൊക്കെ അവരുടെ ഇടയിൽ പോയിരുന്ന് കഴിച്ചിട്ട് താൻ വലിയ ജനകീയനാണെന്നുള്ള ഒരു ബോധ്യം മറ്റുള്ളവരിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടെ കെ സി വേണുഗോപാൽ നടത്തുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവർ 10 മണിക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന കൊഴിക്കട്ട വരെ പിടിച്ചു വാങ്ങി കഴിച്ചതിന് ശേഷം താൻ വലിയ സിമ്പിളാണ്, അഖിലേന്ത്യാ നേതാവൊക്കെ ആണെങ്കിലും താൻ വലിയ സിമ്പിളാണെന്നുള്ള ഒരു തോന്നൽ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു PR വർക്കിന്റെ ഭാഗമാണതെന്ന് അത് കാണുന്ന ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന തരത്തിലാണ് അവിടെ നടന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഒരു അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ പോയിട്ട് ഇന്ന് എന്താ കഴിക്കാൻ, കപ്പയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് രാജാവിൻ്റെ മകൻ. അപ്പോൾ അതിനകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം ചെയ്യുന്ന വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് കെ സി വേണുഗോപാലും ആ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. മടിച്ചു നിൽക്കുകയാണ് എന്താണ് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയും അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം, നമ്മൾ കൊടുത്ത കഴിക്കുമോ എന്നുള്ള തരത്തിൽ അവിടുത്തെ വീട്ടമ്മ നിൽക്കുകയാണ്. അതിനുശേഷം പുള്ളി നിർബന്ധിച്ചപ്പോൾ അവർ കൊടുത്തു, അത് വാങ്ങി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം PR ഏജൻസി പഠിപ്പിച്ചതുപോലെ തന്നെ വീട്ടമ്മ നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ള പല ഒരു എല്ലാവരും സെറ്റിട്ട പോലെയുള്ള ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷവും ഈ തൊഴിലാളികൾ കേരളത്തിൽ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ ഈ 10 വർഷം കാണാത്തൊരു നേതാവാണ് ഇവിടെ വന്നിട്ട് ഈ തൊഴിലാളികളുടെ സുഖവിവരം അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതും അടുത്ത് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നത്. ഈ 10 വർഷവും അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് ചോദിക്കാത്തൊരു നേതാവാണ് ഈ ഇദ്ദേഹം. എന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ അവരോടൊപ്പം പാടങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ ഗിഗ് തൊഴിലാളികളുടെ വിഷയം എന്താണെന്ന് പഠിക്കാൻ അവരോടൊപ്പം ഒരു ദിവസം ഡെലിവറിക്ക് പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ വീടുകളിൽ പോയി വീട്ടമ്മമാരുടെ വിലക്കയറ്റം സംബന്ധിച്ച വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വീടുകളിലേക്ക് പോകുന്നു, തൊഴിലുറപ്പിൻ്റെ സൈറ്റുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ 10 വർഷം കൊണ്ട് അവരുടെ ആരുടെയും വിഷയങ്ങളിൽ ഇടപെടാത്തൊരു നേതാവ്, ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു നേതാവ് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് പത്രം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് തന്നെ വളരെ സംശയാസ്പദമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇവിടുത്തെ കോൺഗ്രസിന് ഗുണകരമല്ല, അതുപോലെ സതീശന് ഒട്ടും ഗുണകരമല്ല, ചെന്നിത്തലയ്ക്ക് പിന്നെ പറയാൻ വേണ്ട. അതാണ് നിലവിലത്തെ അവസ്ഥ. കോൺഗ്രസിൻ്റെ അകത്തുള്ള ഒരു ചേരിപ്പോര് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് പൊതുവെ ഈ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത്. കെ സി വേണുഗോപാൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ആവണമെന്നുള്ളൊരു ആ ഒരു വികാരത്തോടെ മുന്നിട്ട് വന്നിട്ടുള്ളത് കെ സി വേണുഗോപാലാണ്. അപ്പോൾ ഇത് സതീശന് വലിയൊരു അടിയാണ്, അതുപോലെ തന്നെ ചെന്നിത്തലയ്ക്ക് വലിയൊരു അടിയാണ്. ഈ 3 പേരും കൂടെ കോൺഗ്രസ് പാർട്ടിയെ ഒരു വഴിയാക്കുമോ എന്നാണ് കാണുന്ന ആളുകൾക്കുള്ള സംശയം. കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമൊക്കെ നേടി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അമിത ആത്മവിശ്വാസവും പരസ്പരം കുത്തലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാര്യം വലിയ പാടായിരിക്കും. അപ്പോൾ
നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിച്ച് വരണമെങ്കിൽ ഒരുമിച്ച് നിന്നൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത്. പക്ഷെ അത് കോൺഗ്രസിനകത്ത് നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ PR ഏജൻസികൾ എല്ലാ മുന്നണികളും കണക്കാണ്. PR ഏജൻസികൾ നല്ല രീതിയിൽ ഈ മുന്നണികളിലെ നേതാക്കന്മാരെയും പറ്റിച്ച് നല്ല രീതിയിൽ ഈ സമയത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുന്നണികളും കണക്ക് തന്നെയാണ്. PR ഏജൻസി പറയുന്ന മണ്ടത്തരങ്ങളിലൊക്കെ പോയി ചാടി അവരുടെ സ്വന്തം ഇമേജാണ് അവർ കളയുന്നതെന്ന് അവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.